മാണി ഗ്രൂപ്പ് വിട്ടവർ അങ്ങോട്ട് മടങ്ങി വരണമെന്ന് റോഷിയും ജോസ് കെ മാണിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ആലോചിക്കേണ്ടതുണ്ട്. 2, റോഷി മാത്രമല്ലല്ലോ, ഇവിടെ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ എന്നെ സ്വാഗതം ചെയ്തു. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇപ്പോൾ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാനിപ്പോൾ ഈ തീരുമാനമെടുത്തത്, ഇന്ന് UDF നേതാക്കന്മാർ എല്ലാവരും ഈ വിഷയം അറിയണം, ഇവിടുത്തെ ജനങ്ങൾ അറിയണം ഇതെന്തുകൊണ്ട് ഞാൻ എടുത്തു. ചിലർ പറയുന്നു വൻ സാമ്പത്തിക ലാഭമുള്ളത് കൊണ്ട് എടുത്ത്, അതും ചിലർ പറയുന്നുണ്ട് ആയിക്കോട്ടെ, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത്രയും അവഗണനകളെല്ലാം നേരിട്ടിട്ടും മോൻസ് ജോസഫ് എന്ന് പറയുന്ന നേതാവ് പലവട്ടം അനാവശ്യമായി എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട്, ഇതൊക്കെ ഞാൻ ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ PJ ജോസഫ് സാറിനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സത്യത്തിൽ അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുന്നില്ല. അദ്ദേഹം മോൻസ് ജോസഫ് എന്ന് പറയുന്ന ഇയാളെ വളരെ ഭയമാണ്. എന്നെ വിളിച്ചിരുത്തി, മോൻസിനെ വിളിച്ചിരുത്തി, മോൻസെ എന്താ വിഷയം, ഇതിങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നെങ്കിലും ജോസഫ് സാറിന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത് പണ്ടേ നിയന്ത്രിക്കപ്പെട്ടേനെ. ഇവിടെ UDF അല്ല, എനിക്ക് തിരിച്ചു വന്നാൽ എടുക്കുമെന്ന് അന്നേരം മുതൽ പറഞ്ഞു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെല്ലുന്നില്ലല്ലോ, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ജോസഫ് സാറിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു പിണക്കമില്ല. പക്ഷേ ജോസഫ് സാറിന് ഇയാളെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും ജോസഫ് സാർ ഈ പാർട്ടിയിൽ ഇയാളെ നിയന്ത്രിച്ചാൽ നിരവധി ആളുകൾ അല്ലെങ്കിൽ ഈ പാർട്ടിയിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരും. ഇന്നലെ എടുത്തുകൊണ്ട് പോയി ചിത്രം എൻ്റെ വീട്ടിൽ നിന്ന് ചിത്രമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പണം മുടക്കി വാങ്ങിച്ച ചിത്രമാണ്. അത് പാർട്ടി ഓഫീസിൽ മാണി സാറിൻ്റെ ഒരു ചടങ്ങ് വന്നപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ചതേ ഉള്ളൂ. അത് ഞാൻ ഇന്നലെ എടുത്തുകൊണ്ട് പോയി. എടുത്തുകൊണ്ട് പോകാനുള്ള കാരണം, അവിടെ ഉണ്ടായിരുന്ന ബോർഡിലുണ്ടായിരുന്ന CF സാറിൻ്റെയും മാണി സാറിൻ്റെയും ചിത്രം പണ്ടേ എടുത്തു കളഞ്ഞു. അവിടെ ഞാൻ വെച്ചിരുന്ന പടം അപ്പം അവിടെ ഇരിക്കുകയായിരുന്നു, അത് ചുക്കി പിടിച്ച് അവിടെ സൈഡിൽ ഇരിക്കുമായിരുന്നു. അല്ലാതെ അവിടെ തൂക്കിയിട്ടിരുന്നല്ലോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എവിടെയാണ് ഞാൻ എടുത്ത് പാല എൻ്റെ കണ്ടാണോ? ഞാൻ ആ മുറിക്കകത്ത് കയറിയ നിലത്തിരുന്ന സാധനം എടുത്ത് അവിടെ ഈ UDF നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. കാരണം UDF-നോട് ഇത്ര ദേഷ്യം വരാനുള്ള ഒരു കാരണം അല്ല, ഇപ്പോൾ UDF ബഹുമാനപ്പെട്ട M ഹസനെ വിളിച്ചുകൊണ്ട് ഞാൻ എടുത്തിട്ട് വിളിക്കും. അല്ല, ഞാൻ രാജിവെച്ചതെന്നാന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയിൽ ഒട്ടനവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ പാർട്ടിയിൽ മോൻസിൻ്റെ ഒരു അപ്രമാദിത്യമാണ് നടക്കുന്നത്. ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചാൽ പുള്ളി ഫോൺ എടുക്കില്ല. ഞാൻ സംഘടനാ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഫോൺ വിളിക്കുന്നത്. പക്ഷേ പാർട്ടി കമ്മിറ്റി 10 മണിക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ 10 മണിക്ക് എത്തിയിരിക്കും. പാർട്ടിയുടെ ചെയർമാൻ PJ സാർ 10 മണിക്ക് വരും. പുള്ളി 11:30 വരും. 11:30 വന്ന് ഒരു പ്രസംഗിച്ച് കഴിഞ്ഞാൽ കമ്മിറ്റി പിരിച്ചുവിടും. പാർട്ടിയിലുള്ള ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർക്ക് അഭിപ്രായം പറയാൻ പോലുള്ള സ്വാതന്ത്ര്യം പാർട്ടിയിലില്ല. പാർട്ടിയെ പുള്ളി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. പുള്ളിയുടെ ഇപ്പോഴത്തെ രീതി എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് എസിനെ പോലെയും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് BA പോലെയും ഒരു MLA മാത്രം മതി, പുള്ളി മാത്രം പാർട്ടിക്കകത്ത് മതി, പുള്ളി മാത്രം മന്ത്രി മതി എന്ന് വിശ്വസിക്കുകയും എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി പുള്ളി അധപ്പതിച്ചിരിക്കുക. കാരണം പുള്ളി ആ രീതിയിലാണ്, വേറെ ഒരു നേതാവും വേണ്ട, പുള്ളി മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു നേതാവിൻ്റെ കൂടെ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കമ്മിറ്റിയിൽ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ പോലും പറയാൻ അവസരം തരാത്ത ഒരു പാർട്ടിയിൽ എങ്ങനെ ജനറൽ സെക്രട്ടറി ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും? ഇത് എത്ര കാലമാണ് നമ്മൾ സഹിക്കുന്നത്? ഇത് കുറേ കാലം നമ്മൾ സഹിച്ചു. പക്ഷേ സഹിക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ. പുള്ളിയുടെ വിചാരം ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകർ എന്നും പുള്ളിയുടെ വീട്ടിലെ മിറ്റമടിക്കാനും പാത്രം തേച്ച് പുഴക്കാനും വിറക് വെട്ടാനും വെള്ളം കോരാനുമുള്ള പ്രവർത്തകരായിട്ട് മാത്രം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ്.